പണം പ്രതാപം നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ, വാ വാ പുട്ടേ വാ പുട്ടിൻ്റെ പൊടിയേ വാ. Today, what is the thing that is haunting me? Today, what is the question that is, I need to get an answer to? These kind of things actually make me write a film. So, ഇപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് എന്താ വേണു, എൻ്റെ ചോദ്യങ്ങൾ എന്താ, എനിക്ക് ഏത് ആൻസേഴ്സ് വേണു, അത് I think I'll try to find it in art. So that might become a commercial, or it may not become not at all commercial. It may become not at all commercial, but the idea is to search my life question through cinema. കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തൊണ്ടാണ് കണ്ടതയ്യാ, തൊണ്ടാണ് കണ്ടതയ്യാ. എനിക്ക് ഈ എക്സ്പെരിമെന്റ് ഇത്, I think it will be continuous. I don't want people to expect anything from me. I want them to treat me like another ordinary man who is doing. ഇപ്പോൾ ഒരു ഫർണിച്ചർ ചെയ്തുള്ള ആൾക്ക് പോയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ഒരു ചെയർ നന്നായിട്ട് വന്നു, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ ഐഡിയ പറഞ്ഞെങ്കിൽ, എടാ പോടാ എനിക്ക് വീട്ടിൽ പോകുന്നു, അതിൽ ഒരു ആ പ്രോജക്റ്റ് ഒന്നുമില്ല. So he is very blank. I need to go to that blank stage. I think that's my important space now. I need to go to that blank space. കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. വീണ്ടും അതെ കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു. ഒരു വർഷമായി ചാർലി വരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എല്ലാ ആക്ടേഴ്സ് ആവട്ടെ, റൈറ്റേഴ്സ് ആവട്ടെ, ഡയറക്ടേഴ്സ് ആവട്ടെ, സിനിമ കാണുന്ന ആരും ആവട്ടെ, ഇവർക്ക് എല്ലാവർക്കും ഒരു സിൽവർ സ്ക്രീൻ മൊമെന്റ് ഉണ്ടാവുമല്ലോ. അതായത് ഇത് വിഷ്വലാണ്, ഓഡിയോ ആണ്, ചിലപ്പോൾ ഒരു സീക്വൻസ് ആയിരിക്കാം, ഒരു ക്യാരക്ടർ ആയിരിക്കാം, ഒറ്റ ഷോട്ടായിരിക്കാം, ഒരു സൗണ്ട് ആയിരിക്കാം. നമ്മൾ ഈ സ്ക്രീനിൽ ഭയങ്കരമായിട്ട് ലോക്ക് ചെയ്യുന്ന സിനിമ ഇതാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്തോ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കിട്ടാത്ത എന്തോ ഈ സ്ക്രീനിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നൊരു സിൽവർ സ്ക്രീൻ മൊമെന്റ്. അങ്ങനെ രാജന്റെ ഒരു മൊമെന്റ് എന്തായിരിക്കും? ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ അപ്പോൾ ഉപേന്ദ്ര സാറുടെ ആക്ടിങ് ഡെബ്യൂട്ടായി ഒരു പടം വന്നു, അതിന്റെ പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. ആ പടത്തിന്റെ പോസ്റ്റേഴ്സ് അത് വളരെ ഡിഫറെൻ്റ് ആണ്. പോസ്റ്റർ അത് കാണുമ്പോൾ എനിക്ക് അതിന്റെ മുമ്പ് എപ്പോഴും ഒരു ട്രഡീഷണൽ ആയ ഒരു പോസ്റ്റേഴ്സ് അങ്ങനത്തെ പരിപാടികളിൽ നിന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു പെർസ്പെക്റ്റീവ് ഓപ്പൺ ആയി. ഇതെന്താ ഇത് സിനിമ, ഇതെന്താ പെർസ്പെക്റ്റീവ്. പിന്നെ അത് തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ സ്റ്റോറി ഇങ്ങനെ വരും. ഇത്ര കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ അന്നത്തെ കാലത്ത്. അപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും കംപ്ലൈന്റ് ചെയ്തു, ഇത് ഒരു ആൾക്കും മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ പടമാണ്. സോ അപ്പോൾ ഡയറക്ടർ ഉപേന്ദ്ര സർ ഒരു ക്യാപ്ഷൻ ഇട്ടു പടത്തിന് വേണ്ടി, ഇത് ഓൺലി ഫോർ ഇന്റലിജന്റ് പീപ്പിൾ. അങ്ങനെ മാർക്കറ്റ് ചെയ്തു. സോ എവ്രിബഡി വാസ് ലൈക്ക്, ഇപ്പൊ പടം if they don't understand also, they can't tell. സോ അപ്പോ ഞാൻ എൻ്റെ പ്രൈമറി ആണ്. അപ്പോൾ ഞാൻ പോയി. The proudest moment was anybody who was my brother, they couldn't understand. So I could understand the cinema. And I went again and again, taking another brother, telling him story. But that actually was such a weird film at that time,
But that actually broke all the perspectives that I had in my mind. ഈ ഉപേന്ദ്ര സോ എൻ്റെ ചെറുപ്പകാലത്തിൽ പിന്നെ അത് കഴിഞ്ഞ ശേഷം എപ്പോഴും ഇപ്പോൾ സ്റ്റാർസ് എല്ലാവരും when they come on screen, സെലിബ്രേഷൻ ഉണ്ടല്ലോ, അതിന് സെലിബ്രേഷൻ ഉണ്ടല്ലേ, അതെനിക്ക് I like it a lot. ഇപ്പൊ ഈ നമ്മുടെ ഒരു റീജിയണൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി വെച്ചത് തന്നെ ഈ അന്യഭാഷ സിനിമകൾ. ഇപ്പോൾ നമുക്ക് എല്ലാ ഫസ്റ്റ് ആക്സസ് വരുന്ന ഈ ഹോളിവുഡ് സിനിമകളിലാണ്. പിന്നീടാണ് ഈ കൊറിയൻ ആണെങ്കിലും നോർവിയൻ ആണെങ്കിലും ഒക്കെ നമ്മൾ റീച്ച് കിട്ടുന്നത്. അപ്പൊ ഈ അത്തരത്തിലൊരു അന്യഭാഷ സിനിമയില് ഫസ്റ്റ് ഭയങ്കര ഒരു വണ്ടർ ആയ ഒരു സിനിമയുണ്ടോ? എന്റെ ചെറുപ്പകാലത്തിൽ വേറെ ലാംഗ്വേജ് ഒരു എക്സ്പോജർ ഇല്ലാന്ന്. എന്നായിരിക്കും ഇത് പുറത്തെ സിനിമകളെ കണ്ടു തുടങ്ങുന്നത്? എക്സെപ്റ്റ് കന്നഡ അല്ലേ? എക്സെപ്റ്റ് കന്നഡ. ഒരു സിനിമ മാ, അമിതാഭ് ബച്ചന്റെ സിനിമ, അറിയോ? അത് DD1 വന്നു അപ്പത്തെ കാലത്ത്. അപ്പൊ ഇതെന്താ പടം, ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു, ഇത് ഫിഷ് എങ്ങനെ വന്നു? സോ അത് അപ്പുറത്തെ കാലം എൻ്റെ ചെറുപ്പകാലത്തിൽ അത് എൻ്റെ പെർസ്പെക്റ്റീവ്. പിന്നെ so at that time we didn't had any cinemas at all. Whatever cinemas that was available like used to blow our mind. So I think Ma was like, first film that I saw from other. അത് വേറെ പെർസ്പെക്റ്റീവ് ആയിരുന്നല്ലോ. അത് അങ്ങനത്തെ സിനിമ എടുക്കാൻ പറ്റും, അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അങ്ങനത്തെ കാലം അത്. So അതെങ്ങനെ എടുത്തു? ഇപ്പൊ I think I need to rewatch it again. Is it really good or എനിക്ക് അങ്ങനെ തോന്നി, അറിയില്ല. ഇപ്പൊ ഈ മാ പറഞ്ഞു, ആയി പറഞ്ഞു, ഉപേന്ദ്രയുടെ ഇതിലൊരു കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ് സ്ട്രക്ചർ പറഞ്ഞു. ഇപ്പൊ ഈ ടോബിയിൽ വരുമ്പോൾ ടോബി ഒരു നോൺ ലീനിയർ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഇന്ന് ആളുകൾ കൂടുതൽ അന്നത്തേക്കാളും മനസ്സിലാക്കാൻ തുടങ്ങി. സിനിമയെ കാണുമ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് ഇവർക്ക് ഇതിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കോംപ്ലക്സ് ആയി തോന്നിയത് ഈ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പിൽ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഫ്റ്റർ സൺ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഫൈ എടുത്ത ഇൻഡസ്റ്റെല്ലാർ വരുന്നുണ്ട്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ തമിഴ് എടുക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ വിക്രമിന്റെ ദൈവത്തിരുമകൾ വരുന്നു, മമ്മൂട്ടി അഭിനയിച്ച പേരൻപ് വരുന്നു, മലയാളത്തിൽ വരുമ്പോൾ പഴയ ഭരതന്റെ അമരം വരുന്നു. നമ്മൾ ഒരുപാട് പല ടൈം ലൈനിൽ നമ്മൾ പല ഫാദർ ഡോട്ടർ സിനിമകൾ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഭയങ്കരമായ സ്നേഹം, കെയർ, ഇതിന്റെ ഒരു ലെയർ ത്രൂ ഔട്ട് കിടപ്പുണ്ട്. ടോബിയിൽ വരുമ്പോൾ ഇവർ പരസ്പരം ഇതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇത് ഫസ്റ്റ് ഈ ഐഡിയ കൺസീവ് ചെയ്യുമ്പോഴേ ഇത് ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റണം, ഇതിലൊരു ഫ്രഷ്നെസ് കിട്ടണം ആൾക്കാർക്ക്. കാരണം ഇത്രയും കണ്ട മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. എന്തായിരുന്നു ആ ടൈമിൽ ഒരു മൈൻഡ് സെറ്റ്? എനിക്ക് ഇപ്പോൾ ലവ് എപ്പോഴും നേച്ചറിലൊരു ലവ് ഉണ്ട്. I don't think nature uses words to express that love. If it lets you live, I think it is loving you. ഇപ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് സൊസൈറ്റിയിൽ എപ്പോഴും whenever we show love, it is all about gifts. പിന്നെ വാക്കുകൾ, പിന്നെ ലൈക്ക് വേർഡ്സ്, ഇത്രേ ഉള്ളൂ. അത്ര നോൺ സൊഫിസ്റ്റിക്കേറ്റഡ് ട്രൈബൽ അല്ലെങ്കിൽ റൂട്ടഡ് അങ്ങനത്തെ കൾച്ചറിൽ അങ്ങനത്തെ വേർഡ്സ് വരില്ല. ആക്ച്വലി വെൻ യു സീ ദം ദേ ആർ ഓൾവേസ് ഫൈറ്റിംഗ്. ഒരു ബോണ്ടിങ് ഉണ്ട്, ഈ ക്വാറലിലൊരു ബോണ്ടിങ്. I think you can only fight when you don't have the fear that you will lose. അവിടെ ഒരു ഡീപ്പായ സ്നേഹമുണ്ട്. അത് ഒബ്സർവ് ചെയ്യുമ്പോൾ കുറച്ച് സട്ടിലിറ്റി വേണം. I think people have that subtlety. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നുന്നു. When I see like two beggars couple, they will be doing something, they will be fighting or telling something, but there is a lot of love between them. I really like that kind of love. എപ്പോഴും എനിക്ക് envious ആവും. നമുക്ക് എന്തിനാ ഇത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ഡെക്കറേറ്റഡ് വേർഡ്സ് വേണം ലവ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ? ഈ ആളുകൾ എങ്ങനെ ഇത് ഇത്ര ഒരു ഈസി ആയിട്ട്, ഒരു പേടിയില്ലാത്ത, ഇത്ര സെക്യൂർഡ് ആയിട്ട്? I think that is the inspiration to this father and daughter. എപ്പോഴും ഇവരുടെ അടി അത്ര ഒരു ലവ് ഉണ്ട് ഇതിൽ. ഈ അടി 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 പറയുമ്പോഴും ഈ ലവ് എന്നുള്ള ഫാക്ടർ കൃത്യമായിട്ട് ഡെലിവർ ആവണമെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഈ പെർഫോമേഴ്സ് തമ്മിലുള്ള ഒരു റാപ്പോ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആവും. എഴുതുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യല്ലോ, അപ്പൊ ഇതെങ്ങനെയാ പ്ലേസ് ചെയ്തിരുന്നത്?
സീൻ ബൈ സീൻ എഴുതുമ്പോൾ അടി 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 നമ്മൾ പല ഈവെന്റ്സിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവല്ലോ. അതെ 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 അതെ. ഐ തിങ്ക് ഒരു ആക്ഷനിൽ, ഒരു ലുക്കിൽ, ഇപ്പോൾ ഒരു സീൻ ഉണ്ട് അതിൽ, ഒരു കുട്ടി കിട്ടു, അതിക്ക് സൊസൈറ്റിയുടെ റിയാക്ഷൻ ഉണ്ട്. എല്ലാരും ഈ കുട്ടി എന്താക്കണം, എന്താ ചെയ്യുക, അങ്ങനത്തെ ഡിസ്കഷനിലുണ്ട്. ആങ്ക് ഒരു ആരും ഇല്ലാത്ത ഒരു ആൾ അത് എടുത്തുകൊണ്ട് പോകും. അത് ലവ് അല്ലേ? അതിൽ ഒരു തോട്ടും വരില്ല. ഐ തിങ്ക് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, ദാറ്റ് കൈൻഡ് ഓഫ് ആക്ഷൻ, അത് I think that shows a lot of love than 1,000 words. സത്യം. So he in Garuda Gamana he doesn't say anything, he will just hold you and take you. എനിക്ക് ആ സൈലൻസിൽ I mean there are people who express love that deeply. അങ്ങനത്തെ ആളുകൾ എനിക്ക് I like them a lot. So these kind of actions he will be doing and she will also be doing. ഡോട്ടർക്ക് ഏത് പോയെങ്കിലും കുഴപ്പമില്ല, അങ്ങ് അച്ഛൻ വേണം. And Acha, she doesn't, if you observe, she doesn't even call him a father. ഇല്ല, Toby എന്ന് വിളിക്കും. അതിന് ഒരു സ്നേഹം ഉണ്ട്. ഇപ്പൊ ഒരു ഊമയിൽ ഉള്ള ആളുടെ മോള്, സോ ഇൻ എ നോട്ട് സോ സൊഫിസ്റ്റിക്കേറ്റഡ് സൊസൈറ്റി, എങ്ങനെ വളർന്നു? ഐ തിങ്ക് ഷീ വിൽ ഗ്രോ അപ്പ് ലൈക്ക് ദിസ്. അതെ, ചെറുപ്പം തൊട്ടേ ഇപ്പോ ഇയാളാണെങ്കിലും ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ലല്ലോ. ഇയാൾക്ക് ഇയാളുടെ വഴി, കുട്ടിക്ക് കുട്ടിയുടെ വഴി. പിന്നെ അതിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ആ ഒരു സെക്സ് വർക്കറിന്റെ അടുത്ത് ചെന്നിട്ട് ഇവര് സംസാരിക്കുമ്പോഴും അവരെ ജോബിന്റെ ഡിഗ്നിറ്റി അവിടെ മാനിക്കുന്നുണ്ടല്ലോ. അവരെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഫ്രണ്ട്സ് ആവാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അത് പലപ്പോഴും ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമ. ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കാണുന്ന രീതിയൊക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും ഇന്നും ഇത്തരം ആളുകളെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിലൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് കൂടി ഉണ്ടല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സിനിമയിലും കൂടി ഉള്ളത്. ചോദിക്കാനുള്ളത്, ഒരു റൈറ്റർ പെർസ്പെക്റ്റീവിൽ, ഒരു മേക്കർ പെർസ്പെക്റ്റീവിൽ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അത് ആവശ്യമല്ലേ? I think sensitivity ആവശ്യം. So we shouldn't look into the core of political correctness. ഒരു സെൻസിറ്റിവിറ്റി വേണല്ലേ? അതെ, ഉറപ്പായിട്ടും. ഇപ്പോ ഒരു ആർട്ടിസ്റ്റ്, ഐ തിങ്ക് ഹി ബിക്കംസ് എ ആർട്ടിസ്റ്റ് ഓൺലി വെൻ ഹി ഫീൽസ് ദ പെയിൻ ഓഫ് എവറിബഡി ആൻഡ് റെസ്പോൺസ് ത്രൂ ആർട്ട്. സോ അതില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് എൻ ആർട്ടിസ്റ്റ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇറ്റ്സ് അബൌട്ട് സെൻസിറ്റിവിറ്റി. If he has sensitivity, it will become political correctness to others. So if you asked about a character of sex worker, എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് വുമൻകളെ കണ്ടിട്ടുണ്ട്. അവരുടെ അബൌട്ട് ദം there were lot of gossips, but when you cross paths there was always ഒരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരിയിൽ I always saw like my mother's smile. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് കോൺഫ്ലിക്റ്റാ. ഈ ചിരിയിൽ അത്ര ഒരു പ്യോറിറ്റി ഉണ്ട്. ഈ ആളുകൾ എന്താ പറയുന്നു? സോ ഇതിൽ ട്രുത്ത് എവിടെ? വാട്ട് ഈസ് ട്രുത്ത് ആൻഡ് വാട്ട് ഈസ് ഗോസിപ്പ്? സോ അതെല്ലാം എൻ്റെ that becomes an expression in an artist. I think that's why she looks so beautiful, like my mother. So I think the dignity of a human being is a must. It is like the character that I pick are not so very ordinarily we put attention in cinema, but I really like these kind of broken people because I am broken in a very beautiful way. ഇപ്പോൾ ഈ ടോബി നോക്കിക്കഴിഞ്ഞാൽ ടോബി സെറ്റ് ചെയ്യുന്ന ബാക്ക്ഡ്രോപ്പില് 2 റിലീജിയൻ വരുന്നുണ്ട്. നമ്മൾ സിനിമ ഓപ്പൺ ചെയ്യുന്നത് ഒരു ഹിന്ദു മിത്തിക്കലായ മാരി എന്ന് പറയുന്ന ക്യാരക്ടറോടെയാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിതിൽ ഇന്നാവാണ്, ഓക്കെ മാരി എന്തോ ആണ്, മാരി എന്തോ സംഭവമാണ് നമുക്ക് കിട്ടുന്നു. ടോബിയെ ഓപ്പൺ ആക്കുന്നത് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഡ്രോപ്പിലാണ്. അതിൽ ഈ പറഞ്ഞ ബാപ്റ്റിസം റെഫറൻസ് വരുന്നുണ്ട്, സെയ്റ്റന്റെ റെഫറൻസ് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു റൈറ്റർക്ക് ഈസി ആയിട്ട് ഒറ്റ റിലീജിയസ് ബാക്ക്ഡ്രോപ്പിലാണ് ഇത് എഴുതി വയ്ക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോയ്സ് എടുത്ത്? ഇപ്പോൾ നമുക്ക് ഒരു കൾച്ചർ സെലക്ട് ചെയ്ത്, ഒരു പ്ലേസ് സെലക്ട് ചെയ്ത്, ആ പ്ലേസിൽ നാച്ചുറൽ ആയിട്ട് കുറച്ച് പരിപാടികൾ വരും. വി നീഡ് ടു ഇൻക്ലൂഡ് ഇറ്റ് ടു റെസ്പെക്ട് ദ ലാംഗ്വേജ്. ഇവിടെ ഇതിന്റെ എന്താ പ്ലേസ് കുംട്ട, നോർത്ത് കന്നഡ.
അവിടെ ക്രിസ്ത്യൻ കൾച്ചറും അത്ര ഡോമിനേഷൻ ഉണ്ട്, ഹിന്ദു കൾച്ചറിൽ ഡോമിനേഷൻ ഉണ്ട്. ആൻഡ് ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത, ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത. ഇപ്പൊ ചർച്ചിന്റെ ഫെസ്റ്റിവൽ അവിടെ എല്ലാവരും അതെ, പിന്നെ മാരിയുടെ ഫെസ്റ്റിവൽ എല്ലാവരും സെലിബ്രേറ്റ് ടുഗദർ. ഇപ്പൊ അങ്ങനത്തെ കൾച്ചർ, അങ്ങനത്തെ പ്ലേസ് നമുക്ക് സെലക്ട് ചെയ്തെങ്കിൽ അതൊക്കെ ഒരു ഒത്തന്റിസിറ്റി ഉണ്ട്. So we won't we will include only one religion, we will avoid another. അത് I think it's a അല്ല പലരും ഈസി ആക്കാൻ വേണ്ടി ഇങ്ങനെ അപ്രോച്ച് എടുക്കാറുണ്ട്. ആ കൾച്ചറിൽ അങ്ങനല്ല. ആ കൾച്ചറിൽ ഹിന്ദു ആര് ക്രിസ്ത്യൻസ് ആര് അവർക്കും അറിയില്ല. ടോബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ബൈബിളില് തോബിയാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ തോബിയക്ക് ഈ ഒരു യാത്ര പോകുമ്പോ ഗാർഡിയൻ ഏഞ്ചൽ ആയിട്ട് സെയിന്റ് റാഫേൽ എന്ന് പറഞ്ഞ ഒരു ഏഞ്ചൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഏഞ്ചലാണ് ഇയാളെ ഗാർഡ് ചെയ്യുന്നത്. നമ്മൾ നേരെ ടോബിയിൽ വന്നു കഴിഞ്ഞാൽ ജെനി ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെയാണല്ലോ. ടോബി എവിടെയൊക്കെ വീണ് പോകുന്നോ അവിടെ എല്ലാം ജെനിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ജെനി കൃത്യമായിട്ട് ഇയാളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു റെഫറൻസ് കൃത്യമായിട്ട് പ്ലേസ്. അത് മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ ഫാദർ ആൻഡ് ഡോട്ടർ റിലേഷൻ, ബട്ട് മോർ ഇമ്പോർട്ടന്റ്ലി ഇറ്റ്സ് ഓൾസോ മദർ ആൻഡ് ചൈൽഡ് റിലേഷൻ. അതെ, ജെനി അമ്മയാവുന്നുണ്ട്. അതിൽ ഒരു ഷോട്ട് വരും സോങ്ങില്. മനസ്സിലായി ഷോട്ട് കെട്ടിപ്പിടിച്ച് മടിയിൽ കടുത്തുള്ള ഷോട്ടില് ഫസ്റ്റില് ആക്ച്വലി കുട്ടി അച്ഛന്റെ കാലില് മടിയിൽ കിടക്കുന്നു, ഷീ സ്ലീപ്പിംഗ്, ആൻഡ് ദ കട്ട് ഈസ് ഷീ ഈസ് സിറ്റിംഗ്, ടോബി ഈസ് സ്ലീപ്പിംഗ്, ആൻഡ് ഫ്രം ദർ ഇഫ് യു സീ ഹി ഹാസ് ബിക്കം ദ ചൈൽഡ്. ഫ്രം ദർ ഷീ ഈസ് ഓൾവേസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിം. എപ്പോഴും ലൈക്ക് യുനോ ഇങ്ങനെ എന്തിനാ ചെയ്തു, അങ്ങനത്തെ ഒരു ഉമ്മാണ്, ഐ മീൻ മദറാണ്. സോ ഐ തിങ്ക് ദാറ്റ് റിലേഷൻ, ഐ റിയലി ഡോണ്ട് ലൈക്ക് റിലേഷൻ ടു ഹാവ് നെയിംസ്. ദിസ് ഇസ് മദർ, ദിസ് ഇസ് ഫാദർ. അത് അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട് സംടൈംസ് ഹി വിൽ ബി ഓൾമോസ്റ്റ് എ ഫാദർ, സംടൈംസ് ഹി വിൽ ബി ഓൾമോസ്റ്റ് എ ബ്രദർ. ആൻഡ് ഈ സൊസൈറ്റിയിൽ അതൊക്കെ ഐ മീൻ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമ്മ ഒരു പേര് വെക്കാം. ഓക്കെ, ദിസ് ഇസ് ഫ്രണ്ട്. അത് ഒരു റോളല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു റിലേഷനിൽ വളരെ ട്രസ്റ്റാ. സോ ഇവിടെ ഫാദർ ആര്, ഏഞ്ചലാ, മദറാ, എല്ലാം റോളും പ്ലേ ചെയ്യും. ഇതിൽ ഈ പറഞ്ഞ ഇവരെ തമ്മിൽ ഡൈനാമിക്സ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, മാറിക്കൊണ്ടിരിക്കും. ഒരു ആക്ടർക്ക് ലാംഗ്വേജ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്കൊരു ലാംഗ്വേജിൽ സുപ്രീമസി ഉണ്ടെങ്കിൽ നമുക്കതിൽ തിങ്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ യൂഷ്വലി മദർ ടങ്ങിൽ തിങ്ക് ചെയ്യുന്ന പോലെ നമുക്കൊരു ലാംഗ്വേജ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തിങ്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കണ്ട രാജ്ബി ഷെട്ടിന്ന് ഇപ്പോൾ എത്തുമ്പോൾ മലയാളം കുറച്ചും കൂടെ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്ന രാജിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ലാംഗ്വേജ് അതൊരു ബാരിയറായി വരുന്നുണ്ടോ ശരിക്കും? ഡെഫിനറ്റ്ലി അത് ലാംഗ്വേജ് ബാരിയർ ആവും. ഇപ്പോൾ when a person talks, it is like ഇപ്പോൾ ആള് കൊച്ചിൻ്റെ ആളായെങ്കിൽ ഒരു ഇതില് I mean, he might speak in a way, but if he is from Thrissur, he might speak in a way. ആളുടെ കോൺഫിഡൻസും ആളുടെ ഷൈനെസ്സും എല്ലാ ലാംഗ്വേജിലും കൾച്ചറിലും വരും. ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ്, ഇതിന്റെ സട്ടിലിറ്റി മനസ്സിലാവെങ്കിൽ യു കനോട്ട് പോർട്രേ ഇറ്റ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. അപ്പോൾ ആളുടെ ലാംഗ്വേജും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. സോ അങ്ങനെ ഐ തിങ്ക് എനി ആക്ടർ ഇപ്പോൾ ആൾക്ക് ആ ലാംഗ്വേജ് വന്നെങ്കിൽ ഇല്ലെങ്കിൽ he needs to put an effort that he will understand that language. അതെന്തായാലും നിർബന്ധമായിട്ടും. ഇപ്പോൾ രുദ്രം ചെയ്യുന്നു മലയാളത്തില്, അപ്പൊ അവിടെ എടുക്കുന്ന എഫേർട്ടിന്റെ ഒരു ഭാഗമാണ് ഭാഷ പഠിക്കുക എന്നുള്ളത്. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഒരു മലയാളത്തിലൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും? ഇപ്പോൾ I need to actually learn the language, learn the dialogue and pronunciation. And അവിടെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ I need to speak to my technicians, I need to speak to my makeup artist, everybody. So only when I do that,
എനിക്ക് അവിടുത്തെ കൾച്ചറും ഇപ്പോൾ ഐ തിങ്ക് വെൻ എ വിസിറ്റർ ഗോസ് ടു അനദർ പ്ലേസ് വെൻ എ ആക്ടർ ഗോസ് ടു അനദർ ഇൻഡസ്ട്രി ഹി നീഡ്സ് ടു റെസ്പെക്ട് ദാറ്റ് ലാംഗ്വേജ്. അവിടുത്തെ കൾച്ചറും അവിടുത്തെ ലാംഗ്വേജ് ഐ മീൻ ഹി നീഡ്സ് ടു റെസ്പെക്ട്. ഇല്ലെങ്കിൽ അത് ആർട്ടിൽ ഡെപ്ത് വരില്ല, ആക്ടിങ്ങിൽ ഡെപ്ത് വരില്ല. ഇവിടെ രുദ്രത്തിന്റെ ക്യാരക്ടറിൽ ഞാൻ കന്നഡികനാണ്, പക്ഷെ എനിക്ക് കുറച്ച് മലയാളം വരും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയെങ്കിൽ ഐ നീഡ് ടു പുട്ട് എൻ എഫേർട്ട്. വാട്ട് ഈസ് ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ, വാട്ട് ഈസ് ദ റോങ് പ്രൊനൗൺസിയേഷൻ. എപ്പോഴും ഇപ്പോൾ നേറ്റീവ് ലാംഗ്വേജസ് ഇപ്പോൾ in cinema we do everything so that audience will engage in that experience. അത് ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അത് ഇപ്പോൾ അതിൽ കുറച്ച് ഡിസ്ട്രാക്ഷൻ വന്നെങ്കിൽ പിന്നെ ഇടീ പടത്തിന്റെ എഫേർട്ട് പോകും. അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹായ് പോയി ഗോപ്രോയുടെ മുമ്പിലുണ്ട് നീ. ഹലോ ഹലോ. ഈ ആക്ടേഴ്സിന്റെ കാര്യത്തില് ഇവര് അഭിനയിക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് No, come here, come here. No, വാസൽ ലെപ്പിയാണ്. ഓഹോ, ഇത് വേറെ ഗ്യാങ് വന്നു. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ മതി. ഇല്ല ഇത് ഒരേ ഗ്യാങ്. ഈ ഒരു ആക്ടറിന്റെ കാര്യത്തില് ഇയാള് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇയാള് ചിരിക്കുന്നതും കരയുന്നതാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ ചിരിച്ച പോലെ അടുത്ത ക്യാരക്ടർ ചിരിക്കുമ്പോൾ അവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. കരച്ചിലാണെങ്കിലും സെയിം തന്നെ. ഈ ടോബിയിൽ വന്നു കഴിഞ്ഞാൽ ടോബിക്ക് ഈ രണ്ട് ഇമോഷനും എക്സ്ട്രീം ആയിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്, വളരെ സട്ടിലായിട്ടും പ്രകടിപ്പിക്കുന്നുണ്ട്. കരയുക, ചിരിക്കുക. ടോബിയിൽ വരുമ്പോൾ ഇത് ഈ രാജ്ബി ഷെട്ടിയിൽ നിന്നും ടോബിയിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാ? കരച്ചിലും ചിരിയും. ആൾക്ക് ഫിലിമിൽ ഹി കനോട്ട് സ്പീക്ക്. ഐ മീൻ ആൾക്ക് ഊമയാണ്. അതിൻ്റെ ഇന്നൊരു സാധനം അത് ജന്മത്തിൽ വന്ന ഇതല്ല, എൻ്റെ വീക്ക്നെസ് അല്ല, ഏതോ ഒരു പ്രോബ്ലമിൽ അത് പോവും. അപ്പോൾ അതിൻ്റെ മീനിങ് ആൾക്ക് ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത്ര വോക്കൽ കോഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. വോക്കൽ കോഡിൻ്റെ പ്രോബ്ലം ഇല്ലെങ്കിൽ വെൻ ഹി എക്സ്പ്രസസ് അതിന് സൗണ്ട് കുറച്ച് മാറും. അപ്പോൾ നമുക്ക് കുറച്ച് റിസർച്ച് ചെയ്യണം. സോ എങ്ങനത്തെ സൗണ്ട് വരും നോർമലി വോക്കൽ കോഡ് ഡിസ്ട്രക്ട് ആയെങ്കിൽ എങ്ങനത്തെ സൗണ്ട് വരും, എങ്ങനെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് കൂടെ ഇരുന്നിട്ട് എല്ലാ വോയിസ് സാമ്പിൾ എടുത്തു. എങ്ങനെ ഈ ട്രോമാത്തിൽ വോയിസ് പോയെങ്കിൽ എങ്ങനെ ചേഞ്ച് ആവും, ഫോഴ്സിൽ വോയിസ് പോയെങ്കിൽ എങ്ങനെ ചേഞ്ച് ആവും, അങ്ങനത്തെ എല്ലാം റിസർച്ച് ചെയ്തിട്ട് പിന്നെ എനിക്ക് സൈക്കോളജിക്കലി മനസ്സിലായി ഈ പോർഷൻ എനിക്ക് ആക്ടിംഗിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതെ, ഐ ഷുഡന്റ് യൂസ് ദിസ്. ഓൾ ദ സൗണ്ട് ഷുഡ് കം ഫ്രം ഹിയർ. ആയെങ്കിൽ ഇവിടത്തെ അത് കുറച്ച് എയർ ആയി മാറുന്നു. അത് അതിന്റെ മെക്കാനിക്ക. എങ്ങനെ ചെയ്യാം അതിന്റെ ബട്ട് ഐ കനോട്ട് ലീവ് ദ ഇമോഷൻ. അത്ര ടെക്നിക്കലായി ലൈക്ക് വെൻ വി തിങ്ക് വി ഷുഡന്റ് ലൂസ് ദ ഇമോഷൻ. അതൊക്കെ എന്റെ ലൈഫിൽ അതൊക്കെ എന്റെ ലൈഫിൽ ഐ തിങ്ക് ദ ടഫസ്റ്റ് റോൾ ഐ പ്ലേഡ് വാസ് ടോബി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഊമയാണ് ടോബി. അത് ജന്മന ഊമയായതല്ല, പിന്നെ ലൈഫിന്റെ സ്റ്റേജിൽ അങ്ങനെ ആയി പോകുന്നതാണ്. ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യുന്നതിൽ അയാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇയാളുടെ സൗണ്ടാണ്, ഡയലോഗ്സ് ആണ്. എനിക്ക് വിഷമമാണ്, പ്രണയമാണ്, ഇതെല്ലാം പറയാൻ പറ്റണല്ലോ. ഇവിടെ ആകുമ്പോ ടോബിക്ക് ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇയാൾക്ക് ഈ പറഞ്ഞ ഇവിടെ നിന്നുള്ള സൗണ്ടും ബാക്കി ആക്ഷൻസും ലുക്കും ഒക്കെയാണ് പോകുന്നത്. അവിടെ ഭയങ്കര വലിയൊരു ചലഞ്ച് കിടപ്പുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഈ സിനിമയെ ഡോമിനേറ്റ് ചെയ്യുന്നത് ടോബിയാണ്. അതിൽ ഭയങ്കരമായ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. ആളുകൾ കാണാൻ വരുമ്പോൾ ഈ സെൻട്രൽ ക്യാരക്ടറാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത്രയും റെസ്പോൺസിബിലിറ്റീസിനെയും ഈ പറഞ്ഞ ക്യാരക്ടറിനെയും ഇതിന് രണ്ട് കയ്യിൽ കൊണ്ടുപോകണല്ലോ സെയിം അളവില്. അതെങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു? See, the cinema or art started, I mean, especially cinema started in silent cinemas. എപ്പോഴും നമുക്ക് ഇമോഷൻസ് കൺവേ ചെയ്യുമ്പോൾ ഡയലോഗും സൗണ്ടും ഒരു സാധനമാണ്, അത്രമാത്രം. ഇപ്പോൾ നമ്മുടെ ഐ മീൻ ഇൻ മെനി ടൈംസ് വി ഹാവ് ബിക്കം സോ ലേസി, എല്ലാം ഡയലോഗിൽ കൺവേ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു ബസ്സിൽ പോകുമ്പോൾ there is a girl, I sit and I see her, she doesn't say anything, I don't speak to her. ആളുടെ ലുക്കും ആ പെണ്ണിയുടെ ലുക്കും
അവളുടെ ബോഡി ലാംഗ്വേജും ശരിയും ഇത്ര കൺവേ ചെയ്യും. Sometimes we like somebody, sometimes we don't. Human beings are very known to understand everything silently too. ആയ സിനിമയിൽ അത് നമുക്ക് അത്ര റിസ്ക് എടുക്കില്ല നമ്മൾ. So we don't take that much risk at all. We think it's risk. But I wanted to explore something where relation and love be expressed without dialogue. Dialogue illade can we show? പിന്നെ ഞാൻ ഒരു ഷോർട്ട് സ്റ്റോറി when I was reading അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ടോബി. പിന്നെ അത് ആസ് യു സെഡ് ഇറ്റ്സ് ആൾക്കും ഊമയാണ്. പിന്നെ ഹി കംസ് ഫ്രം എ സെറ്റപ്പ് സൊസൈറ്റി വേർ ഹീസ് വോയിസ്ലെസ്. ആ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷൻ ആണ്. ടോബി അവിടെ ഓൾറെഡി സപ്രസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ സൗണ്ട് ഇല്ല. അങ്ങനെ ആ രണ്ടിന് റെപ്രസെന്റേഷൻ ആയി ആൾക്ക് he cannot speak. So adu enikku valare but the thing was it was hard to write. adu eldumbol enikku valare restriction undu adile because he doesn't speak anything. Angane ella scene I need to rethink how to convey this, how to convey that. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. I think that's the challenge of a writer and an actor, to give something new to the audience. അതെ ഉറപ്പായിട്ടും. ഇപ്പൊ ഈ സൗണ്ട് സൈലൻസിനും പറഞ്ഞപ്പോൾ പുഷ്പക വിമാനം കമൽഹാസന്റെ റിലീസ് ചെയ്യാൻ പോവാണ്. അതെ ഒരുപക്ഷെ പുഷ്പക വിമാനം സൈലന്റ് സിനിമയുടെ അല്ലാത്ത കാലഘട്ടത്തിൽ വന്ന സൈലന്റ് സിനിമയാണ്. അതായത് എന്നിട്ട് ആ സിനിമ ഇവിടെ ഇത്രയും അധികം ചലനങ്ങൾ. That's the reason it became a classic. Because there is no need. See, that's not the only thing. When you see Tobby, ഒരു heaviness varum adala climax il. I think that is only because we cannot express how we feel, just like Tobby. നമുക്ക് ഇതിൽ എന്ത് കിക്ക കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. എന്ത് പറ്റി, like what happened is something we cannot say through this experience. I think that's the reason, like, you know, it is very apt that he is also silent. ഈ സൈലൻസിനും പറഞ്ഞപ്പോഴേ ഈ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെയാണ് ഇപ്പോൾ സിനിമ ആദ്യം കാണുന്ന സമയത്ത് പുറത്തെ ഭാഷ സിനിമകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എടുക്കുന്നു. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു പക്ഷേ വിത്ത് മ്യൂസിക് എല്ലാം കാണുന്നു. ഒരുപോലെ നമ്മൾ മ്യൂട്ട് ചെയ്ത് കണ്ടാൽ പോലും നമുക്ക് കൺവേയിങ് കാണാം ഏത് പോയിന്റിലും. അങ്ങനെ സിനിമയെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ രാജ്? ശ്രമിച്ചിട്ടുണ്ട് ഈ മ്യൂട്ടായിട്ട്. But the beauty of that classic cinemas, even when you mute, you forget that you are actually watching it for the purpose of study. Story il etra involve aavu. Njan ipo Schindler's List illengil Shawshank Redemption idella padam I have tried to see it many times. Eppozhum, like, you know, after 10 to 15 minutes adu idu poo endha നമ്മുടെ സ്റ്റഡി അത് പോവും. അത് ആക്ച്വലി റിയൽ സ്റ്റഡി. ഗെറ്റിംഗ് ലോസ്റ്റ് ഇസ് ദ റിയൽ സ്റ്റഡി. ഇല്ലെങ്കിൽ ഇന്റലക്ച്വലൈസ് ആവും. ഈ ലെവലിൽ ഇമോഷണൽ ലെവലിൽ നമുക്ക് ഇപ്പോൾ കണക്ട് ആവും. നമുക്ക് അതിൽ വളരെ ഇൻഫർമേഷൻ കിട്ടും. ഐ തിങ്ക് ഐ ഹാവ് ട്രൈഡ് ദാറ്റ് ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു not to connect to the sometimes, like, you know, I would just wanted to study the rhythm of it. ആ സിനിമയുടെ റിതം എന്താ, ഷോട്ട് എങ്ങനെ എടുത്തു, ഡ്യൂറേഷൻ എന്താ, ഇങ്ങനത്തെ കുറച്ച് സ്റ്റഡീസ് വേണ്ടി ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആയെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിനുശേഷം ഞാൻ ഓഡിയൻസ് അതെല്ലാം അത് ഇത് എന്താ പേപ്പറും പെന്നും ഇവിടെ. So I will be getting involved in the story. I think that's the beauty of the classic cinemas. Rani, come here. Hi, boy. I like you, man. Come here. Ooh, come. Rani, come on, mama. Tata, good guy. Come here, booby. Hi. Hi, good guy. കണ്ടിട്ടുണ്ടോ അവിടെ? എന്താ ജോലി ചെയ്യും ഇവിടെ? ഈ ഇപ്പോൾ നമ്മൾ ഈ സിനിമ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കമേഴ്ഷ്യൽ സിനിമ എന്നുള്ളൊരു ഫാക്ടർ ഭയങ്കരമായിട്ട് തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോബിയിലാണെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ
ചില പോയിന്റുകൾ ഇതിലൊരു കമേഴ്ഷ്യൽ ഫോർമുല വരുന്നുണ്ട്. അതെ. ഇപ്പോൾ ടോബിയെ പ്രസന്റ് ചെയ്യുമ്പോഴായിരിക്കാം, ടോബിയുടെ ഈ ഒരു ഇയാൾ എന്തുമാത്രം വലുതാന്ന് കാണിക്കാനായിരിക്കാം. നമ്മളിപ്പോൾ കാന്താരി എടുക്കുന്നു, അപ്പോൾ അതിലാണ് കമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ കന്നഡ സിനിമയുടെ തന്നെ ഈ കമേഴ്ഷ്യൽ വാതിൽ തുറക്കുന്നത് KGF ആണ്. ഈ കമേഴ്ഷ്യൽ എലമെന്റ്സ് അതൊരു സിനിമ എഴുതുമ്പോൾ അല്ലെങ്കിൽ മേക്ക് ചെയ്യുമ്പോൾ അഭിനയിക്കുമ്പോൾ ഭയങ്കര പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നുണ്ടോ ശരിക്കും? ഇപ്പോൾ അത് എപ്പോഴും സിനിമയുടെ സെറ്റപ്പും സിനിമയുടെ ഇന്റൻഷനും സിനിമയുടെ സ്റ്റോറി ഇങ്ങനത്തെ എല്ലാ പരിപാടികൾ അതിൻ്റെ മേലെ ഡിസിഷൻ വരും. ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു ചെറുതായിട്ട് ഒരു പടം എഴുതിയിട്ടുണ്ട്, അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വാതി മുത്തനമള. അതിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഇതും ഇല്ല, എലിമെന്റ്സ് ഇല്ല. ബിക്കോസ് ദാറ്റ് സിനിമ ഡസൻറ്റ് ഡിമാൻഡ് ഇറ്റ്. എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ ഡിമാൻഡ് ചെയ്യൂ, അങ്ങനെ we don't give that. It's about what the cinema demands. ഇപ്പോൾ Toby as a character is much more commercial. I wanted to make him commercial because without dialogue can you make something called commercial? So അതും ഒരു എക്സ്പെരിമെന്റ്. കുറേ വൺ ലൈനേഴ്സ് ഡയലോഗ്സ് ഇല്ലാണ്ട്, അതെ, ഒരു ഡയലോഗ് ഇല്ലാതെ, പഞ്ച് ഡയലോഗ് ഇല്ലാതെ. And the other thing is, without dialogue, can you make the character to express so much? So this is a kind of experimentation. So this whole idea was based out of it. That's the reason it had to be represented commercially, not completely, in bits and pieces. But the overall commerciality of this whole idea is the emotions of it. എത്ര emotions ആയിട്ടുള്ള സ്റ്റോറി ഇത്, അതിലെല്ലാ കമേഴ്ഷ്യാലിറ്റി വരും. അതായിരുന്നു ഈ കമേഴ്ഷ്യൽ സിനിമ പറയുന്നു, സിനിമയുടെ വലുപ്പം പറയുന്നു. ഇപ്പൊ നമ്മളൊരു തിയേറ്ററിന്റെ ടേസ്റ്റ്, ഓഡിയൻസിന്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് ട്രെൻഡായിരുന്ന വലിയ സിനിമകൾ ഇപ്പൊ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ റിയൽ ലൈഫിൽ കാണാൻ പറ്റാത്ത ഓവർ ദ ടോപ്പ് ആയിട്ട് ഇവർക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ലാതെ ഇവർക്ക് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ വലിയ സ്ക്രീനിൽ കാണാം. പണ്ടും സിനിമ സെല് ചെയ്യപ്പെട്ടിരുന്നത് ഈ ഫാക്ടറിലായിരുന്നല്ലോ. ഇപ്പൊ ആളുകൾ വലിയ സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്നു, കമേഴ്ഷ്യൽ മൊമെന്റ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ജയിലർ ഒരു എക്സാമ്പിൾ എടുക്കാം. അത്തരം സിനിമകൾക്ക് ഭയങ്കര ഡിമാൻഡ് കയറുന്നുണ്ട്. രാജിന്റെ ഒരു സിനിമ വിഷനിലെ അല്ലെങ്കിൽ സിനിമ ജേണിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടോ ശരിക്കും? ഇല്ല, I don't think that much at all. And cinema has two beautiful elements to it. ലൈഫിൽ ഏതുണ്ട് അത് I think we need to show it. അത് ഒരു സ്റ്റൈലിന്റെ സിനിമ. പിന്നെ ലൈഫിൽ ഇല്ലാത്ത വിഷയങ്ങളുടെ we need to show. അത് ഇന്നൊരു style of cinema. And Jailer comes in between, I think, where it shows a character which can be in life, but which shows a situation which is not at all. I think അത് റീഇൻവെൻഷൻ, കുറച്ച് റീഇൻവെന്റ് ചെയ്തിട്ടുള്ള സിനിമ. അങ്ങനത്തെ സിനിമ, there are very good people to do that. I think they need to do that. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് today what is the thing that is haunting me? Today what is the question that is I need to get an answer to? These kind of things actually make me write a film. So ഇപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് എന്താ വേണു, എൻ്റെ ചോദ്യങ്ങൾ എന്താ, എനിക്ക് ഏത് ആൻസേഴ്സ് വേണു, അത് I think I'll try to find it in art. So that might become a commercial, or it may not become not at all commercial. It may become not at all commercial, but the idea is to search my life question through cinema. പണം പ്രതാപം നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ, വാ വാ പുട്ടേ വാ പുട്ടിൻ്റെ പൊടിയേ വാ, വാ വാ പുട്ടേ വാ പുട്ടിൻ്റെ പൊടി, പുട്ടിനെങ്കിൽ പിന്നെന്താ തെറ്റി, നമ്മളതിനു മുന്നേ കട്ട് ചെയ്ത്. എല്ലാരും ചൊല്ലന് എല്ലാരും ചൊല്ലന് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തൊണ്ടാണ് കണ്ടതയ്യാ, തൊണ്ടാണ് കണ്ടതയ്യാ. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്.
ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടത് ചക്കര തുണ്ടാണ് കണ്ടത്. അത്ര മലയാളം പാട്ടറിയും. ടോബി എടുത്തു കഴിഞ്ഞാൽ ടോബി എന്ന ക്യാരക്ടർ പോകുന്ന പല സ്റ്റേജ് ഓഫ് ലൈഫ് ഉണ്ട്. ഇയാൾ ഈ പറഞ്ഞ ഇയാളുടെ യൗവനമുണ്ട്, കൗമാരമുണ്ട്, ഇയാൾ ഒരു കുട്ടിയെടുത്ത് വളർത്തുന്നു, ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടാകുന്നു, ഇയാളുടെ പല സ്റ്റേജുകൾ അതിൽ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഇമോഷണൽ എക്സ്പ്ലോഷൻസ് ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം എഴുതുന്ന സമയത്ത്, സിനിമയുടെ തിരക്കഥാകൃത്തൂടെയാണ്, ഇത് എഴുതുന്ന സമയത്ത് ഇതേ സ്റ്റേജിലൂടെ വൺസ് രാജു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പെർഫോം ചെയ്യണം, അഗെയിൻ വീണ്ടും തുടക്കം മുതൽ ഇതേ സ്റ്റേജ് എല്ലാം കടന്നു പോകണം. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ തോന്നും, എൻ്റെ ഉള്ളിലുള്ള റൈറ്റർ ആക്ടറുടെ ഡയറക്ടറാണ്. ഇപ്പോൾ എനിക്ക് ഒരു സീനിന്റെ പെർഫോമൻസ് അപ്രോച്ച് കിട്ടില്ലെങ്കിൽ എനിക്കത് പിന്നെ എഴുതാൻ പാടില്ല. ഐ കനോട്ട് റൈറ്റ് ഇറ്റ് അറ്റ് ഓൾ. മനസ്സിലായി. The reason being, I need to understand what the actor should do, how he should do. So, and I cannot write a scene which is emotional without me crying. എഴുതുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. Because I always feel writer is not the writer. He is the first audience of that scene. അപ്പോൾ അവനക്ക് അത് തട്ടു. Because അത് കണക്ട് ആവും. അതിക്ക് I think he wants to make that cinema to others. So once I write, I want it to, when I act, I know that okay, this is the basic. Writer ഇത്ര സജഷൻ എനിക്ക് തരുന്നുണ്ട്. സോ ഇന്ന് ഞാൻ ആക്ടറായിട്ട് ഏതെല്ലാം ഇംപ്രവൈസ് ചെയ്യാം, അത് ഒരു ഐഡിയ ഉണ്ട്. സോ അങ്ങനെ എപ്പോഴും എനിക്ക്, so when I go again and again, it becomes much more helpful to പെർഫോം. ഈ ഒരു പെർഫോമറിനെ ഓഡിയൻസ് ജഡ്ജ് ചെയ്യുന്നതിലും അവർക്ക് ഇതെല്ലാം കണക്ട് ആവണല്ലോ. ഇവിടെ ഭയങ്കരമായ ലിമിറ്റേഷൻ ആയിട്ട് സൗണ്ട് എന്നുള്ളത് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ തന്നെ ഇയാൾ ചെയ്യുന്ന ജസ്റ്റേഴ്സിൽ റിപ്പീറ്റേഷൻ വരാനുള്ള ചാൻസുകൾ ഭയങ്കര കൂടുതലാണ്. ഇതെല്ലാം ചലഞ്ചായി മുന്നേ നിൽക്കുന്നു. നായകനായിട്ട് എൻറ്റയർ സിനിമ കൊണ്ടുപോവുകയും വേണം. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്? അതായത് ഞാൻ ഇത് മുന്നേ ചെയ്തോ? ഇല്ല, അത് അത്ര ടെക്നിക്കലായിട്ട് എപ്പോഴും ഒരു ക്യാരക്ടറുടെ അപ്രോച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദ തിങ് ഈസ് യു നീഡ് ടു ബിക്കം ടോബി. ഇപ്പോ ഒരു റിയൽ ആയിട്ട് ഊമയുള്ള ആള് എപ്പോഴും റിപ്പീറ്റേറ്റീവ് അല്ല. ആ ആളുടെ കൂടെയുള്ള എല്ലാവർക്കും ആളുടെ എല്ലാ ബോഡി ലാംഗ്വേജും മനസ്സിലാവും. ആ സ്പേസിക്ക് നമുക്ക് പോകണം. അതെങ്ങനെ പോവാ? I think that is the challenge of an actor. You need to become that character rather than thinking what should I do to impress the audience, what should I do to make this to the audience. I think more than that, how will you become that person? ഇപ്പോ എൻ്റെ ഈ ക്യാരക്ടറിൽ എൻ്റെ യവനത്തിന്റെ സ്റ്റേജിൽ ആ ബോഡി ലാംഗ്വേജ് അത് ആക്ച്വലി എൻഡിൽ മാറും, ഇവോൾവ് ചെയ്യണം. ആൻഡ് ഇതിലൊരു ചാലഞ്ച് ഉണ്ട്. ഇത് റിവേഴ്സ് ഷൂട്ട് ചെയ്തു, ഇതിലെ ക്ലൈമാക്സ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ വന്നു. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിലുള്ള റൈറ്റർ ഹെൽപ്പായി. എനിക്ക് അറിയൂ ഓക്കെ എക്സ്ട്രീമിൽ നിന്ന് അത് ഇന്നും കുറച്ച് ടഫ് തന്നെ. ബട്ട് വി വോണ്ട് കാൽക്കുലേറ്റ് ദാറ്റ്. ഐ തിങ്ക് ഐ ഓൾവേസ് തിങ്ക് ലൈക്ക് യു നോ ഹൗ ഹ്യൂമൻ ഐ ഷുഡ് മേക്ക് ഹിം. ഇപ്പൊ ഒരു ഫൈറ്റില് ഈ ആളുടെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് മാറും. സോ ഹി വിൽ ചേഞ്ച്. I never do that body language, but I never planned that body language. അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. But when you go to the intensity of the emotion, your body moves. I think it's very important to experience that emotion as that character. അപ്പോൾ എപ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ ആൻഡ് ഓഡിയൻസിനും ഫീൽ ചെയ്യാൻ പറ്റൂ. I think to go to that place of the character and to be there is a very important thing. ഈ ഇപ്പോ ഇതിന്റെ റൈറ്റർ എന്ന രീതിയിൽ ചോദിക്കാം, ഇതിന് ഭയങ്കര ഇംപ്രസീവ് ആയി തോന്നിയത് ഈ ടോബിയുടെ കോ റിലേഷൻ ഉണ്ടല്ലോ മറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ അതില് ആദ്യം ഇപ്പോ ഫാദർ ആയിട്ടുള്ളത് ദാമോദർ ആയിട്ടുള്ളത്, സാവിത്രി ആയിട്ടുള്ളത്, ജെന്നി ആയിട്ടുള്ളത്, ഈ പറഞ്ഞ ആനന്ദ് ആയിട്ടുള്ളത്. ഈ 5 ഡിഫറെന്റ് തലങ്ങളിൽ നിൽക്കുന്ന 5 ഡിഫറെന്റ് മനുഷ്യന്മാര്. ഇവരുടെ അടുത്ത് ചില മിക്കപ്പോഴും
ടോബിക്ക് ഡോമിനൻസ് വളരെ കുറവാണ്. അതെ. പലപ്പോഴും ഈ ഭയങ്കര സബോർഡിനേറ്റ് ആയിട്ട് അതെ. ഇൻഫീരിയർ ആയിട്ടാണ് എല്ലായിടത്തും നിൽക്കുന്നത്. ഈ റിലേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ടോബി പറഞ്ഞ ഒരു ഊമയായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇയാൾക്ക് സംസാരിക്കാനോ ഒരാളെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ക്യാരക്ടറിനുള്ള റിലേഷൻ എഴുതുന്ന സമയത്ത് രാജിനെ ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എന്നൊരു ഫോർമാറ്റിനപ്പുറം സെപ്പറേറ്റ്ലി ക്യാരക്ടേഴ്സിന് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ടു ഈ ക്യാരക്ടർ റിലേഷൻ ഇങ്ങനെയായിരിക്കും, അങ്ങനെ സെപ്പറേറ്റ് ആർക്കുകളായിട്ട് ബിൽഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് I never planned that, like, you know, this should be changed, this should be changed, this should be changed. ഈ എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി ലൈഫ് ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അവിടെ ദാമോദര പിന്നെ ടോബിയുടെ വലത്ത് ഫ്രണ്ട്സ് വളരുണ്ട്. I mean, there will be every village who has these two friends will always go and drink and nobody needs them, but for each other they are very much needed. ഇത് നമ്മ കണ്ടിട്ടുണ്ട് റിലേഷൻ അല്ലേ, അങ്ങനത്തെ റിലേഷൻ അവിടെ വരും. ഇങ്ങനത്തെ ആൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ടേ കിട്ടും. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദിസ്. വെൻ യു സെലക്ട് എ ടോബി, യു ഓൾവേസ് നോ വാട്ട് ഇസ് എ ഓർഗാനിക് വേൾഡ് ടു ഹിം. ഇപ്പൊ ടോബിയുടെ വല്ലത്തെ ഒരു മനുഷ്യൻ, ഐ മീൻ ഹ്യൂമൻ ബീങ്, ഇഫ് ഐ മീറ്റ് ഐ മൈറ്റ് യൂസ് ഹിം. ഇപ്പൊ ഞാൻ പോയിട്ട് പ്ലീസ് ഗെറ്റ് മീ ബോട്ടിൽ ഓഫ് വാട്ടർ, ഐ മൈറ്റ് യൂസ് ഇറ്റ് ഇൻ ദാറ്റ് വേ. Or I might ask him to speak something so that I can laugh. നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അത് മേ ബി ആനന്ദാവും. പിന്നെ ആൾക്കും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരായെങ്കിൽ ഗസ്റ്റ് വന്നെങ്കിൽ അതിലൊരു സുന്ദരിയായ സ്ത്രീ ഉണ്ടെങ്കിൽ ആൾക്കും ഒരു ഇമോഷൻ വരും. ഹി മൈറ്റ് സീ ഇൻ എ വേ ബട്ട് ഹി കനോട്ട് എക്സ്പ്രസ് ബിക്കോസ് ദർ ഇസ് എ ഗ്യാപ്പ്. He hasn't, and he doesn't even know the culture, how to speak with women and everything. അപ്പോൾ ഒരു ഷൈനെസ് വരും. ആ റിലേഷൻ സാവിത്രിയുടെ ഉള്ളിൽ വരും. ഇപ്പോൾ എൻ്റെ അച്ഛൻ ടോബിക്ക് നന്നായിട്ട് റെസ്പെക്ട്, if he gives a lot of respect, if he treats him in a very good way, he might do a lot of things to him. I think that is the Father Iglesias character. So how you treat him is a response of Toby to you. So that forms a relation. So I think once you get a Toby, it's very easy to get the other characters around him. നമ്മൾ ഈ ചില ഏത് സിനിമയാണേലും എന്ത് സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും കിട്ടുമല്ലോ. ആഫ്റ്റർ വാച്ചിങ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്. എനിക്ക് ടോബിയിൽ പേഴ്സണലി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ മനസ്സിലുള്ള വിഷ്വൽ എന്ന് പറയുന്നത് ഈ കയ്യിൽ പേരെഴുതുന്നതാണ്. ഇപ്പോൾ ഇഗ്ലേഷ്യസിനാണെങ്കിലും ജെനിയുടെ ആണെങ്കിലും ടോബിയിലാണെങ്കിലും ഈ കയ്യിൽ പേര് എഴുതുന്നത്. സംസാരിക്കാൻ പറ്റാത്ത ആളാണ്, ഇയാൾക്ക് എഴുതി കൊടുക്കാം, വേണമെങ്കിൽ ഇയാൾക്ക് ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാം, പക്ഷെ ഇയാൾ കയ്യിലാണ് എഴുതുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത്? ഐ തിങ്ക് ഇറ്റ് ബിക്കേം വെരി സിമ്പിൾ. ആളുടെ പോലെ ഒരു സിമ്പിൾ ആയ ഒരു അപ്രോച്ച് അല്ലേ ഇപ്പോ. ആൻഡ് ലൈക്ക് വെൻ യു ഹാവ് എ പേപ്പർ, ലൈക്ക് യു നീഡ് ടു ഗെറ്റ് ഡൗൺ, എന്താ പേരെന്താ, ആൻഡ് ദാറ്റ് ഹാസ് എ ഇന്നോസൻസ് ആൻഡ് ദാറ്റ് ഹാസ് എ ഡയറക്റ്റ് അപ്രോച്ച് ലൈക്ക് ടോബി. അതെ, വൺസ് യു ചൂസ് എ ടോബി, ആൾ എങ്ങനെ ബോഡി ലാംഗ്വേജ് ചെയ്യൂ, ആള് എന്താ ചെയ്യൂ, എല്ലാം ടോബി ഡിസൈഡ് ചെയ്യും. ഇഫ് യു സീ ഹിം പ്രോപ്പർലി, സോ യു നോ ദാറ്റ് ഓക്കെ ദിസ് മാൻ മൈറ്റ് ഡു ദിസ്. അതിലൊരു കമേഴ്ഷ്യൽ ആംഗിൾ ഇല്ല, ഒരു ബോൾ പെന്നിൽ എഴുതിയ സാധനം, ബട്ട് ഇറ്റ് കംസ് ഇൻ എ few of the very commercial moments that hand will come. So I really like that kind of a contrast. Cinema is about that contrast, I think. So, and when you ask what is your name, it's very easy to show. It's a very easy thing. അങ്ങനെ എനിക്ക് ആ ഐഡിയ വന്നു. നമ്മളിപ്പോൾ ടോബിയെ പറ്റി സംസാരിച്ചു, നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതിൽ നിന്ന് ഈ ഒരു ദൂരത്തിനിടയിലുള്ള മറ്റ് സിനിമാക്കാരെയാണ് സംസാരിച്ചത്. എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളത്, ഇനിയുള്ളൊരു കരിയർ, ഇപ്പോൾ നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും സിനിമ വിജയിക്കുമ്പോഴും ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ വിസിബിലിറ്റി കൂടുന്നു, ആളുകളിലേക്ക് എത്തുന്ന റീച്ച് കൂടുന്നു, അത് ഈ ഭാഷയുടെ ബൗണ്ടറീസ് എല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നു. ഇനിയുള്ളൊരു കരിയറിനെ രാജ എങ്ങനെ കാണുന്നത്? ഈ പറഞ്ഞ 3 റോളിലും, ആക്ടർ, ഡയറക്ടർ, റൈറ്റർ. എനിക്ക് ഈ എക്സ്പെരിമെന്റ് ഇത്, I think it will be continuous. I don't want people to expect anything from me. I want them to treat me like another ordinary man who is doing. ഇപ്പൊ ഒരു ഫർണിച്ചർ ചെയ്തുള്ള ആൾക്ക് പോയിട്ട് ഇപ്പോ നിങ്ങളുടെ ഒരു ചെയർ നന്നായിട്ട് വന്നു, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ ഐഡിയ പറഞ്ഞെങ്കിൽ, എടാ പോടാ എനിക്ക് വീട്ടിൽ പോകുന്നു, അതിൽ ഒരു ആ പ്രോജക്റ്റ് ഒന്നുമില്ല. So he is very blank. I need to go to that blank stage. I think that's my important space now. I need to go to that blank space, forget everything, play a little volleyball, play with my dogs a bit, and
I need to cook mean curry and then eat and then need to plan. And the plan shouldn't come from like, what is the industry demand and what I should do now. People are seeing me like this. Adalla. Enakku ee story, this is haunting me. I think I need to see this film and that's the reason I need to give it. എപ്പോഴും രാമകൃഷ്ണ പരമഹംസ കേട്ടിട്ടുണ്ടല്ലേ എപ്പോഴും പ്രസാദം when he used to offer to the god, he used to eat it first. So when people ask like it's so very wrong, you shouldn't give it to the god, you shouldn't eat and then give. He said, how can I do that? I'm giving it to the god. So first I need to know that, okay, is it tasting good? Angane like, when I taste, if it is good, I want to give it to the audience. So atharul, like, don't expect anything from me. I'm a very ordinary man, just exploring my life, and I'm very lucky to be in the film industry. Illengi ivide vannittu to completely different people, to completely from another state, I'm speaking. I think it has happened only because of art. And I'm very lucky to be in this space. And do not expect anything from me. That's all. ഈ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പല ഫിലിം മേക്കേഴ്സ് ഈ പറഞ്ഞ മലയാളം എടുക്കുവാണെങ്കിൽ ജി അരവിന്ദൻ, ഇപ്പോൾ പത്മരാജൻ, നമ്മളിപ്പോൾ ഇപ്പോൾ ആരി എസ്റ്ററിനെ എടുക്കുന്നു. ഈ പലരും എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു സൈഡിലൂടെ കിട്ടാവുന്ന കൊമേഴ്ഷ്യൽ സാധ്യതകൾ, ആളുകളുടെ ഉള്ളിലുള്ള ഭയങ്കരമായ റീച്ച്, ഇതെല്ലാം ഒരു സ്ഥലത്ത് അവർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവർ ആർട്ട് ഫോമിനെ ഇതിനെ ആർട്ടായി കണ്ട് കൂടെ നിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പലപ്പോഴും ഇവരെ പല സിനിമകളും കുറെ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, നോട്ടീസ് ചെയ്യുന്നത്. അത്ര സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് പലരും ഇങ്ങനത്തെ റിസ്ക് എടുക്കാറില്ല. പലരും ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളായിട്ട് സിനിമയെ കണ്ട് മാറുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും വന്നിട്ടുണ്ടോ? I think the happiness that അത് എനിക്ക് ചെയ്യാൻ അറിയില്ല. To be very honest, I don't know how to make a commercial film like Jailer. This is my natural flow. എനിക്ക് ഏതെല്ലാം നാച്ചുറൽ ആയിട്ട് വരൂ ഞാൻ അത് ചെയ്യും. Simplest thing. It's like, you're expecting a peacock to sing like koel. It cannot do that. That doesn't mean there is a difference and that is worse, this is best. That is not the thing. And I'm not as Puritarian who would tell that like, my art is like I'm very, no, nothing like that. എനിക്ക് എൻ്റെ എല്ലാ പ്രോജക്ട്സും കുറച്ചും കൂടി കമേഴ്ഷ്യൽ ഉണ്ട്. ഒന്നുമുട്ടേക്കത്തേക്ക് അതിൽ കോമഡി ഉണ്ട്, ഗരുഡ കമലിൽ കമേഴ്ഷ്യൽ എലിമെന്റ്സ് ഉണ്ട്, ഇതിൽ കമേഴ്ഷ്യൽ എലിമെന്റ്സ് കൂടി ഉണ്ട്. സോ അതെല്ലാം വരും ബിക്കോസ് ഓഫ് മൈ ക്ലാസ്. I come from a middle class family where I am very much responsible for my producer's money. And that's not the only thing. Which are the films that I saw in theatre for the first time? Commercial padam. I saw that. I saw that film and got inspired. And then like, because of many other things, and many a times this happens. Even when I do a commercial film, people can't see it as a commercial film because it is commercial only for me. I really like characters like Tobby and his daughter and his girlfriend and characters like Damodara. So now you like, whatever this thing you make, they won't look commercial. They would look rooted. I think because my stories and characters I choose from that place, even if I want to, I cannot create a character like that. Like for example, even the negative character of Ananda, he has a purpose why he does that. He has his own reason. You may not agree. I won't agree with it. But he has a reason. She insulted him. That's the reason he does something. Just to insult her maybe. But it becomes little too much. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. Thank you. ഇനിയും ഒരുപാട് സിനിമകളായിട്ട് Thank you. വീണ്ടും വരാം, നമുക്ക് വീണ്ടും കാണാൻ പറ്റും. I think I'll learn Malayalam better next time. കുറച്ചുകൂടെ മലയാളം കുറച്ചും കൂടി I'll learn more. പണം പ്രതാപം നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ